കുട്ടീസ് ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു സോയ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് ലക്ഷ്മിച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് നെയ്യും എണ്ണയും കൂടെ ഒഴിച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. അതിനുശേഷം അതിൽ പട്ട ഗ്രാമ്പൂ ഇലയൊക്കെ ഇട്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം സവാള തക്കാളി 2 പച്ചമുളക് മല്ലിയില പുതിനയില ഇത്രയും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വശക്കി എടുക്കണേ. അതിനുശേഷം പൊടികളായ ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയ ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് പേസ്റ്റ് ആക്കിയെടുത്ത് അതും കൂടെ നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ തൈര് ആവശ്യത്തിനും കൂടെ ഒഴിച്ച് അതും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സോയാബീൻ വേവിച്ച ചിക്കനും കൂടി ഇട്ട് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം അത് രണ്ട് നാഴി അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ്. അതിൽ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പാലൂടെ ഒഴിച്ച് ഒരു 3 വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ സോയ ബിരിയാണി സെറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ